ഇനി മുതൽ ലേറ്റായി എണിക്കാൻ പറ്റില്ല കേട്ടോ. നൈനുക്കുട്ടിക്ക് ഇന്ന് മുതൽ സ്കൂൾ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചു. കുറച്ച് നേരത്തെ അല്ല, നല്ല നേരത്തെ എണിച്ചു കേട്ടോ. ഇന്ന് 5 മണിക്ക് ഞാൻ എണിച്ചു കേട്ടോ. ഇന്ന് കറക്റ്റ് ബസ് വരണ എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ എണിച്ച് പണികളൊക്കെ തീർത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ 5 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 6-7 മണി പോലെയാണ് കേട്ടോ. നല്ല വെളിച്ചമായിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ എണിക്കണു എന്നൊരു തോന്നലില്ല കേട്ടോ. കാരണം നല്ല വെളിച്ചമായി. പിന്നെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ അവിടെ അടുക്കളയിലൊക്കെ ഒരു ലൈറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവർ എണിച്ചിങ്ങനെ പണിയുണ്ടല്ലോ എന്ന് കേട്ടോ. പിന്നെ ഞാൻ നൈനുക്കുട്ടീനെ വിളിക്കണേക്കാൾ മുന്നേ അവൾ നേരത്തെ ചാടി എണിച്ച് പോകുന്നു കേട്ടോ. കാരണം അവൾ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അല്ല, ഞങ്ങൾക്കും കൂടിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാകുമ്പോൾ അവൾ നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ചായയൊക്കെ വെച്ച് എല്ലാം പാക്ക് ചെയ്ത് ബാഗൊക്കെ റെഡിയാക്കി. നൈനുക്കുട്ടിക്ക് കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചാട്ടൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ. അതൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. അവൾക്ക് നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നൈനുക്കുട്ടീനെയൊക്കെ പറഞ്ഞു വിട്ടു. ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചുകൊണ്ട് നേരത്തെ പണിയൊക്കെ അങ്ങോട്ട് തീർന്നു കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.